Watch full episodes on Jio Hotstar. അടുത്ത കോൺസ്റ്റലേഷനിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതാണ് ഹൊറൈൻ ദ ഹണ്ടർ. അത് വളരെ ശക്തമായ പ്രോമിനന്റ് കോൺസ്റ്റലേഷൻ ആണ്. ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കത് കാണാനാകും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്റെ അസിസ്റ്റന്റ് രുദ്രയാണ്. ഒറൈനിന്റെ മീനിങ് ആണ് ദ ലൈറ്റ് ഓഫ് ഹെവൻ. അതിനെ ഒരുപാട് രീതിയിലും പറയാറുണ്ട്. ഒരുപാട് പോറിയ സിനിമീസിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് ഒറൈനിൽ നിന്നാണ് ശക്തി പ്രാപിച്ചത്. അതുകൊണ്ടാണ് ഈ കോൺസ്റ്റലേഷനെ സൈൻ ഓഫ് വിക്ടറീസ് ഓവർ എനിമീസ് എന്ന് ഒരുപാട് പേര് പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ ഈ ഒറൈനിന്റെ കയ്യിൽ ഒരു ഷീൽഡും സ്വാഡും കാണാൻ പറ്റും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രുദ്രയാണ് ഞങ്ങളുടെ ഒറൈൻ. അവൻ കൂടെയുള്ളപ്പോൾ യാതൊരു ശത്രുവിനും ഞങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. രുദ്രനെ ശത്രുക്കളിൽ നിന്ന് തീർച്ചയായും രക്ഷിക്കും. പക്ഷെ നിന്റെ മാജിക്കിൽ നിന്ന് എന്നെ ആരാ രക്ഷിക്കുന്നത്? ടെലിസ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇപ്പോ ഇതിൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഹൊറൈനെ വ്യക്തമായി കാണാൻ പറ്റും. കിഡ്സ്, ഗെറ്റ് ഇൻ ലൈൻ. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരായി പോയി ആ ഹൊറൈനെ കണ്ടോളൂ. ജെനി, ഒറൈനെ ശരിക്കും നോക്കണം കേട്ടോ. ഇവന്റെ സഹായത്തോടെ നമ്മുടെ ശത്രു രുദ്ര, പിന്നെ മയൂര, വരുൺ അവരെ തോൽപ്പിക്കാനുള്ള പവർ സ്വന്തമാക്കണം. ഒറൈന്റെ സ്വാഡ് എവിടെയാ ഉള്ളത്? റൈറ്റിൽ നോക്ക്, അവിടെ ഒരു ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് ഉണ്ട്. അവിടെയാണ് ഒറൈന്റെ സ്വാഡ് ഇരിക്കുന്നത്. എനിക്കത് കാണാൻ പറ്റുന്നില്ലല്ലോ. അതെങ്ങനെയാ സംഭവിക്കുന്നത്? ഓ നോ, ഇതെങ്ങനെയാ സംഭവിച്ചത്? വെയിറ്റ്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞേക്കാം. സർ, ഐ തിങ്ക് നിങ്ങൾ ഇത് കണ്ടേ പറ്റത്തുള്ളൂ. എനിക്ക് പേടിയാവുന്നു. ആരാണ് എന്റെ സോഡ് തട്ടിയെടുത്തത്? അതാരായാലും ഉടൻ തന്നെ എനിക്ക് തിരിച്ചു തരണമെന്ന് ഞാൻ ആജ്ഞാപിക്കുകയാണ്. ബ്ലാക്ക് മാജിക് പവർ ഉപയോഗിച്ച് എന്റെ വാൾ എന്റെ കയ്യിൽ നിന്ന് കുറച്ചു സമയം മുമ്പ് ആരോ തട്ടിയെടുത്തിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവസാനമായി വാണിംഗ് തരികയാണ്. എന്റെ സോഡ് തിരിച്ചു തരൂ, അല്ലെങ്കിൽ ഞാൻ ഇതൊരു സ്കൂളാണെന്നുള്ള കാര്യം പോലും മറന്നുപോകും. ഇവിടെ കുട്ടികളുണ്ടെന്നുള്ള കാര്യവും. ഒറൈൻ, ദയവായി ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഞാനും എന്റെ ടീച്ചേഴ്സും എന്റെ സ്റ്റുഡൻസും ഒരിക്കലും അത്തരത്തിലൊരു കാര്യം ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ വാൾ നിങ്ങളുടെ സ്കൂളിനകത്ത് എങ്ങനെയാണ് വന്നത്? ഒറൈൻ, എന്നെ വിശ്വസിക്കേ, അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഞങ്ങളുടെ സ്റ്റാഫോ സ്റ്റുഡൻസിൽ ആരെങ്കിലുമോ ഇക്കാര്യത്തിൽ ഇൻവോൾവ്ഡ് ആണെന്ന് അറിഞ്ഞാൽ ഞാൻ അവർക്ക് തക്കതായ പണിഷ്മെന്റ് കൊടുക്കുന്നതായിരിക്കും. രുദ്ര, സ്കൂളിലേക്ക് പോയിട്ട് ഒറൈന്റെ സ്വാഡ് എടുത്തോണ്ട് വാ. എനിക്ക് മാപ്പിന്റെ ആവശ്യമുണ്ട്. ചേട്ടാ, ഇതെന്താ ഇത്? ഒരേ സമയത്ത് 4 സ്ഥലത്ത് എങ്ങനെയാ ഉണ്ടാവുക? അല്ല രുദ്ര, എന്തു പറ്റി? മാഡം, സ്കൂളിനകത്ത് കയറി വന്നാണ് ഞാൻ കണ്ടത്. സ്വാഡ് മൾട്ടിപ്പിൾ ലൊക്കേഷൻസിലാണ്. എനിക്ക് തോന്നുന്നത് നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ ആരോ ശ്രമിക്കുന്നുണ്ടെന്നാണ്. എന്ത്? നമുക്ക് ചെന്ന് രുദ്രയെ സഹായിക്കാം. നിങ്ങൾ വന്നത് ഒരുപാട് നന്നായി. ഇത് കണ്ടില്ലേ? സ്വാഡ് മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ എങ്ങനെയാ ഉണ്ടാവുക? ഒരു പക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കും ഒറൈനോട് കളിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം. ഒറൈൻ, എന്നെ വിശ്വസിക്കേ, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നിങ്ങളുടെ സ്വാഡ് അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. സഹായമോ? ഒറൈന് ആരുടെയും സഹായം ആവശ്യമില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്റെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയ സാധനം എങ്ങനെ തിരിച്ചെടുക്കണമെന്ന് എനിക്കറിയാം. ഓടിക്കോ, എല്ലാരും സ്കൂളിലേക്ക് ഓടിച്ചല്ലേ വേഗം.
എനിക്കും അതുപോലെ എന്തോ നടക്കുന്ന രുദ്ര, വേഗം സ്വാഡ് കണ്ടെത്ത്. ആ ഒറൈന്റെ പവറിന് മുൻപിൽ നമ്മുടെ ഷീൽഡിന് ഒരിക്കലും പിടിച്ചു നിൽക്കാനാവില്ല. ഒന്ന് വേഗാവട്ടെ. ഓ നോ, ഒറൈൻ നമ്മുടെ മേളിൽ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. സ്വാഡ് എത്രയും വേഗം തേടി കണ്ടുപിടിക്കണം. നിങ്ങളും മാപ്പ് എടുത്തേക്ക് വേഗം. ലെറ്റ്സ് സ്പ്ലിറ്റ് അപ്പ്. ഓടിക്കോ 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 എല്ലാരും ഓടിക്കോ. അയ്യോ, ഓടിക്കോ. രുദ്ര, ഒറൈന്റെ സോഡ് ഞാനാണ് എടുത്തത്. ഇപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ല. സോൺ ബാം റൂമിലുണ്ട്, ചെന്നത് എടുത്തോളൂ. യാ. ഒറൈൻ, അവിടെ നിൽക്ക്. നിങ്ങളുടെ സോഡ കിട്ടിയിട്ടുണ്ട്. രുദ്ര, നീ എന്തായി കാണിച്ചത്? ആ സ്വാഡ് നിനക്ക് എവിടെന്നാ കിട്ടിയത്? ഫോൺ റൂമിൽ നിന്ന്. നിങ്ങളല്ലേ എവിടെ പോയി ഒളിച്ചു വെച്ചത്? ഗാലക്സിയിലെ ഗാർഡ്സ് പറഞ്ഞത് കാരണം ആ സ്വാഡ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞാനാണ് അതിനെ ലൈബ്രറിയിൽ കൊണ്ട് ഒളിച്ചു വെച്ചത്. ആ? അപ്പൊ ഇതേത് സോഡായിരുന്നു? അയ്യോ, എനിക്കിതെന്താ സംഭവിക്കുന്നേ? എന്റെ എനർജി, ഞാൻ തളർന്നു പോവാണല്ലോ. ആ? 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 ഷാഡോ മാൻ, ആ? ഒറിജിനൽ സ്വാഡിന്റെ ലൊക്കേഷൻ പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട് മിസ് സെക്യൂരിറ്റി. നിങ്ങൾ ഒരാളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ കാണിച്ചത് ഒട്ടും ശരിയായില്ല. സൂര്യന്റെ ആദ്യത്തെ രശ്മി ഈ ഗ്ലാസ് ക്യൂബിൽ വന്ന് പതിയുമ്പോ ഈ ഗ്ലാസ് പൊട്ടി തകരുകയും നിങ്ങൾ സ്പേസിലേക്ക് പോവുകയും ചെയ്യും. ഇനിയുള്ള കാലം അവിടെ തന്നെ നീന്തി കളിക്കേണ്ടി വരും. രുദ്ര, ഷഡോമോൻ ഓടി രക്ഷപ്പെടുകയാണ്. ആ? നിനക്ക് രുദ്രന്റെ അടുത്തു എസ്കേപ്പ് ആക്കാൻ കഴിയില്ല. ഞാൻ വരുന്നുണ്ട്. ആ? ആ? ചേടാ, ഷാഡോമാൻ എവിടെ കാണാതെ പോയത്? Clouds clearo. അവിടെയുണ്ട് ഷാഡോമാൻ. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. എന്റെ ഷാഡോസ് എവിടുന്ന വന്നത്? മൈര, വരുൺ, രക്ഷിക്ക്. സ്വന്തം ഷാഡോവായിട്ട് ഫൈറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഇത് വന്നുകൊണ്ടേയിരിക്കുവാണല്ലോ. ഞാനിപ്പോ എന്നാ ചെയ്യേണ്ടത്? Rainbow ring, destroy this thing. രുദ്ര, അവനെ പിടിച്ച് നിർത്ത്. അവൻ ലൈബ്രറിയുടെ അടുത്തേക്ക് പോവുകയാണ്. രുദ്ര, രക്ഷിക്കൂ. ആദ്യം സുഹൃത്തുക്കളെ രക്ഷിക്കണം. ഇവരെ ഞാൻ പിന്നെ നോക്കിക്കോളാം.
അവിടെ നിൽക്കും ഷാഡോ മാൻ. सिपाही इसका लोकेशन कोऑर्डिनेट कॉपी इटो. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? രുദ്ര, ഷാഡോമോൻ അയന്റെ സ്വാഡ് എടുത്തോണ്ടങ്ങ് പോയി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡോണ്ട് വറി, പോർട്ടൽ ക്ലോസ് ചെയ്യുന്ന മുന്നേ തന്നെ ഞാൻ അതിന്റെ കോർഡിനേറ്റ്സ് എല്ലാം എന്റെ റിസ്പാൻഡിൽ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷാഡോമാൻ ആരാ? അവൻ ഓരിയന്റെ സ്വാഡ് എന്തിനാ അടിച്ചു മാറ്റിയത്? ഈ ചോദ്യത്തിന് ഉത്തരമെല്ലാം വെറും ഷാഡോമാന്റെ അടുത്ത് മാത്രമാണ്. എന്തായാലും നമ്മുടെ ടീച്ചേഴ്സിനെ മൊറാനെ രക്ഷിക്കാനായിട്ട് ഒരുപാട് സമയം നമ്മുടെ അടുത്തില്ല. കം ഫാസ്റ്റ്. മയൂര, രുദ്ര, ഒന്നും കളിച്ച് കാണാൻ പറ്റുന്നില്ല. നിങ്ങളെല്ലാരും ഓക്കെയല്ലേ? രുദ്ര, ഒരു പക്ഷെ നമ്മൾ തെറ്റായ സ്ഥലത്താണ് വന്നു പെട്ടിരിക്കുന്നത്. വരുൺ, ഞാൻ ഇവിടെയുണ്ട്. ഞാനും ഓക്കെയാണ് വരുൺ. പക്ഷേ നമ്മൾ എത്രയും പെട്ടെന്ന് ഇത്രയും ഇരുട്ടായ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടുപിടിക്കണം. എന്നാലും നമ്മൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ വെൽക്കം? നിങ്ങളുടെ സ്വന്തം ഷാഡോയുടെ ക്ലോണിലാണ് നിങ്ങൾ കുടുങ്ങിപ്പോയി കിടക്കുന്നത്. ഇപ്പോൾ വളരെ വ്യത്യസ്തമായ അനുഭവമാണല്ലേ? എന്തായാലും ഇവിടെ വരെ വന്നത് വളരെ നന്നായി പോയി. നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്റെ ഗ്രേറ്റ്നെസ്സിന് വിറ്റ്നസ് ആയി മാറാൻ പോവുകയാണ്. സൺറൈസിന് അരമണിക്കൂർ മുൻപ് ഒറൈൻ സ്വാഡിന്റെ ശക്തിയുടെ ഞാൻ സ്റ്റോൺ ടാക്ക് കേവിനെ ഓപ്പൺ ചെയ്തിട്ട് അവിടെയുള്ള ഹോസ്റ്റോൺ ഞാൻ അടിച്ചു മാറ്റും. പിന്നെ ഞാനും എന്റെ ഡ്രൈവും നിങ്ങളുടെയൊക്കെ ഷാഡോസുമായിട്ട് അവരുടെയൊക്കെ മൈൻഡ് ഞാൻ കൺട്രോൾ ചെയ്യും. ഗൈസ്, നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഈ ഷാഡോസിനെ പൊട്ടിക്കണം. നമ്മൾ ഷാഡോസിനെ തകർക്കാനായിട്ട് ഒരു സ്ട്രോങ് ലൈറ്റ് സോഴ്സിന്റെ ആവശ്യമുണ്ട്. എക്സ്പെക്ട്രോ ലൈറ്റോ. നിന്റെ മാജിക്കിനും എനിക്കും അങ്ങനെ എന്താണ് വിരോധമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സൺറൈസ് ആവാൻ ഇനി 40 മിനിറ്റും കൂടെ ഉള്ളൂ. ഷാഡോമാൻ കേവലം നോക്കി പോയിക്കൊണ്ടിരിക്കുവായിരിക്കും. പക്ഷെ നമ്മളിപ്പോ എങ്ങനെയാ ഗെയിമിൽ എത്തിച്ചേരുന്നത്? അമ്മേ, എന്തെങ്കിലും ഒന്ന് പറയേ. നിങ്ങൾ ഇവിടുന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു തന്ത്രം ഉണ്ടാവില്ലേ? കുട്ടികളെ, നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കുക. എന്തെങ്കിലും ഒരു വഴി തീർച്ചയായും കണ്ടെത്താൻ പറ്റും. അരമണിക്കൂറിനുള്ളിൽ സൂര്യൻ ഉദിക്കും. പിന്നെ നമ്മളുടെയും ഒറൈന്റെ അവസാനത്തെ ഹോപ്പ് എന്നുള്ളത് രുദ്രയാണ്. വിഷമിക്കേണ്ട മിസ് കാനുഗോ, എനിക്ക് രുദ്രയുടെ കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ട്. അവൻ തീർച്ചയായും ഷാഡോമിന്റെ കയ്യിൽ നിന്നും ഒറൈന്റെ സോഡ് എടുത്തോണ്ട് വരും. അങ്ങനെ സംഭവിച്ചാൽ കൊള്ളായിരുന്നു. അല്ലെങ്കിൽ പിന്നെ എന്റെ ജെനിയും ജോഡിയും അമ്മയില്ലാത്ത കുട്ടികളായി തീരും. കേവിലോട്ടുള്ള വഴി നമ്മൾക്കറിയത്തില്ല. പക്ഷെ ആ ഡ്രോൺസിന് എന്തായാലും അറിയാം. പക്ഷെ അതെന്തിനാ നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്? ആ അഹങ്കാരം പിടിച്ച ചെറുക്കൻ എവിടെ പോയി? ഞാൻ അവനെ വെറുതെ വിടത്തില്ല. എന്നെ ഹിപ്നോട്ടിസ് ചെയ്തിട്ട് എന്റെ രൂപവും അവൻ ഭാവിച്ച് അവൻ ഒറൈന്റെ സ്വാഡ് എടുത്തോണ്ട് കേവിന്റെ അങ്ങോട്ടാണ് പോയേക്കുന്നത്. പോയിക്കോ. അങ്ങനെ അവസാനം ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം ഇതെനിക്ക് സ്വന്തമായി കഴിഞ്ഞു. ഇനി ലോകം മൊത്തവും എന്റെ കൈക്കുള്ളിലാണ്.
Yeah. Not so soon, Shadow Man. Oh, 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 oh. നിന്റെ വീരധീര പരാക്രമമൊക്കെ യൂസ് ചെയ്തത് എന്റെ ഒരു ആവശ്യത്തിനായിരിക്കും. വരുൺ, രുദ്രൻ പുറത്തേക്ക് വരാത്തത്? അവനകത്ത് സേഫ് ആണോ? വരൂ, നമുക്ക് ചെന്ന് നോക്കാം. നമ്മളിപ്പോ എങ്ങനെയാ അകത്തോട്ട് പോകുന്നത്? കേവ് മൊത്തം തകർന്നു കിടക്കുകയാണ്. രുദ്ര, നീ ഇപ്പൊ ഓക്കെ ആണോ? ഗായ്സ്, സൂര്യൻ ഉദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് എത്രയും വേഗം അവിടേക്ക് ചെല്ലണം. ഈ രുദ്ര ഇപ്പൊ എവിടേക്ക് പോയേ? സോഡ് എടുത്തോണ്ട് വരാൻ ഇത്രയും സമയം എന്തിനാവുന്നേ? ഒറൈൻ, നിനക്ക് നിന്റെ സ്വാഡ് തിരിച്ചു കിട്ടിയില്ലേ? ഇപ്പൊ ഈ ഷാഡോ മാനെ കൊടുക്കേണ്ട ശിക്ഷ ഞങ്ങളുടെ ടീച്ചേഴ്സിന് കൊടുക്കരുത്. ആ
നമ്മൾ സ്കൂളിന്റെ അടുത്തെത്തി കഴിഞ്ഞു. ഈ സ്വീറ്റ്സ് സ്പെഷ്യലി രുദ്രയും അവന്റെ കൂട്ടുകാരനും വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇത് രുദ്രയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പോവാണ്. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ചേട്ടാ, ഇത് പ്രശ്നമില്ലോ. ഇത് നമ്മളെ പിടിച്ച് താഴെ കൊണ്ടുപോകണല്ലോ. രുദ്ര, രുദ്ര, സഹായിക്കേ. റംഗീല, നിങ്ങൾ വേഗം കടൽ കരയിലോട്ട് പോയിക്കോ. अंदर मंदर काली कलम करचू. എന്നെ ഒന്ന് രക്ഷിക്ക. ഞാൻ മാജിക് മായാജാലം. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാനാണ് ഷാക്കാൻ. രുദ്ര അവിടെ ബിസിയാണ്. അപ്പോ ഞാൻ എന്റെ ജോലി ചെയ്യാൻ പോവാണ്. ഈ വേഷത്തിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഇവിടുന്ന് ആദ്യം രക്ഷപ്പെട്ടു പോയേ പറ്റൂ. രംഗീല, നീ സാർ മെജസ്റ്റിക്കോ, നിങ്ങളോ? റംഗീല, നീ എപ്പോഴും സന്തോഷത്തിലായിരിക്കും. മറ്റവനൊക്കെ സന്തോഷിപ്പിക്കുന്ന ആളാണ് നീ. മാജിക് ഉണ്ടാച്ച് ആകാരങ്ങളൊക്കെ ഉണ്ടാക്കണവനാണ് നീ. വലിയ ധൈര്യശാലിയുമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഈ സ്കൂളിന് നീ പ്രിൻസിപ്പളായാൽ കൊള്ളാമായിരുന്നു. കുട്ടികളെ ഫുൾ സന്തോഷമായിരിക്കെ പഠിപ്പിക്കുമല്ലോ. ചെല്ല്, ഇന്ന് തൊട്ട് ഞാൻ നിന്നെ പ്രിൻസിപ്പൾ ആക്കുകയാണ്. ഈ സംഗതി കൊള്ളാലോ. ഞാൻ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളോ. Thank you, thank you. You are welcome, Principal Sir. ഇന്നാ പിടിച്ചോ സ്വീറ്റ്. മാഡം കോണൻകോന്റെ അടുത്തേക്ക് ചെല്ല്. ആദ്യം ഈ സ്വീറ്റ് മാഡത്തിന് കൊടുക്ക്. ഈ സന്തോഷമായ വാർത്ത അവരോട് പറയ്. ഞാൻ നിന്നെ പ്രിൻസിപ്പൾ ആക്കിയിരിക്കണെന്ന് പറയ്. അതുപോലെ രുദ്രയ്ക്ക് ആദ്യം ലഡ്ഡു കൊടുക്ക്. എന്നിട്ട് ഈ കാര്യങ്ങൾ പറയ്. സാർ മജസ്റ്റിക് നിന്നെ പ്രിൻസിപ്പൾ ആക്കിയിരിക്കണെന്ന് പറയ്. മനസ്സിലായല്ലോ? ഇപ്പൊ ചെല്ല്, ചെല്ല്. സ്കൂളിൽ പ്രിൻസിപ്പൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ചെല്ല്. ആ രംഗീലയ്ക്ക് പകരം എന്നെ പ്രിൻസിപ്പൾ ആക്കാൻ പാടില്ലായിരുന്നോ? അതെ രുദ്ര,
രുദ്രേ, ഞാൻ രംഗീലയുടെ കൈകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് അടിച്ച് പുറത്താക്കും. അതൊന്ന് ആലോചിച്ച് നോക്ക്. രുദ്രയ്ക്ക് അത് എത്ര വലിയ അപമാനമായി തീരും. അത്രേ ഉള്ളൂ. ഒരു പ്രാവശ്യം രുദ്രേ എനിക്കൊന്ന് അപമാനിതനായി കാണണം. പിന്നെ ഞാൻ നിന്നെ പ്രിൻസിപ്പൾ ആക്കും. ഓക്കെ ആണോ എന്റെ സഹോദരി? ഗുഡ് മോർണിംഗ് മാഡം. മാഡം, ഒരു സന്തോഷ വാർത്തയുണ്ട്. ലഡ്ഡു എടുത്തോളൂ. എന്തിനാണ് നീ ഇപ്പൊ സ്വീറ്റ് കൊണ്ടുവന്ന് തന്നത്? മാഡം, സാറ് മെജസ്റ്റിക്കോ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പലാക്കി മാറ്റിയിരിക്കുകയാണ്. എല്ലാവരോടും പറഞ്ഞേക്ക്. അത് കൊള്ളാം. അത് വളരെ സന്തോഷമുള്ള വാർത്ത തന്നെയാ. വരൂ, ഇനി ഈ ചെയർ നിന്റേതാണ്. ഞാൻ എല്ലാരെയും ഇൻഫോം ചെയ്യട്ടെ. ഹലോ ഹലോ ഓൾ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, പ്ലീസ് പേ അറ്റൻഷൻ. ഇന്നു മുതൽ മിസ്റ്റർ രംഗീല ആയിരിക്കും ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ. അദ്ദേഹത്തിന് ഈ പോസ്റ്റ് സർ മെജസ്റ്റിക്കോ ആണ് നൽകിയത്. രംഗീല, നിങ്ങൾ എപ്പോഴാ ഇവിടെ എത്തിയേ? ഞങ്ങൾ നിങ്ങളെ തേടുമായിരുന്നു. രുദ്ര, വാ, വന്ന് സ്വീറ്റ് എടുക്ക്. ഒരു ചൂടായ സന്തോഷ വാർത്ത പറഞ്ഞേക്കാം. ആദ്യം നിങ്ങൾ മാഡം കാനും കൂടെ ചേറി തരുന്നേക്ക്. നിങ്ങൾ എന്തിനെങ്ങനെ ചെയ്യുന്നേ? രുദ്ര, സർ മെജസ്റ്റിക്കോ ആണ് രംഗീലയെ സ്കൂളിന്റെ പുതിയ പ്രിൻസിപ്പൽ ആക്കിയത്. സർ മെജസ്റ്റിക്കോ രംഗീലയെ എപ്പോഴാ പ്രിൻസിപ്പൽ ആക്കിയത്? രുദ്ര, അദ്ദേഹത്തെ CCD വിളിച്ച കണ്ടത്. അദ്ദേഹമാണ് എന്നെ പ്രിൻസിപ്പൽ ആക്കിയത്. സ്വീറ്റ്സ് എടുത്ത് കഴിക്കേ. എനിക്ക് സ്വീറ്റ് ഒന്നും വേണ്ട. എനിക്കാദ്യം ഇത് മനസ്സിലാക്കണം. സർ മെജസ്റ്റിക്കോ ഇവിടം വരെ വന്നിട്ട് നിങ്ങളെ പ്രിൻസിപ്പളും ആക്കിയിട്ട് ഇവിടുന്ന് പോയി കളഞ്ഞ്, എന്നിട്ട് മാഡം കാനുങ്കയെ കണ്ടിട്ട് പോലുമില്ല. എന്തോ പ്രശ്നമുണ്ട്. രുദ്ര, നിക്ക് നിക്ക്. ഇദ്ദേഹം നല്ല പ്രിൻസിപ്പളാണ്. രംഗീലോ, നീ എന്തോ രുദ്രയ്ക്ക് സ്വീറ്റ്സ് കൊടുക്കാത്തത്? സാറ്, ഞാൻ കൊടുത്തതാണ്, അവൻ കഴിച്ചില്ല. നീയാണ് ഇപ്പൊ പ്രിൻസിപ്പള്. നീ പറഞ്ഞത് എന്തായാലും അനുസരിച്ചെന്നെ പറ്റൂ. നീ ബോസാണ്, അവനൊരു സ്റ്റുഡന്റ് ആണ്. നീ നിന്റെ അതോറിറ്റി കാണിക്ക്. സെക്യൂരിറ്റിനെ വിളിച്ചു നിർത്ത. എന്നിട്ട് നീ ഓർഡർ കൊടുക്ക്. രുദ്രനെ പിടിച്ച് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ. അപ്പൊ നീ അവനെ നിർബന്ധിച്ച് ഈ ലഡ്ഡു നീ അവർക്ക് കഴിക്കാൻ കൊടുക്ക്. ശരി സർ, ശരി സർ. മിസ് സെക്യൂരിറ്റി. കൺഗ്രാറ്റുലേഷൻ രംഗീല. ഐ മീൻ സർ, ഞാൻ ഇപ്പോഴാ അറിഞ്ഞത് നിങ്ങൾ പ്രിൻസിപ്പൾ ആയിരിക്കുകയാണെന്ന്. പറയൂ സർ, ഞാൻ എന്താ ചെയ്യേണ്ടത്? രുദ്രയെ പിടിച്ചിട്ട് കൺമുമ്പിൽ കൊണ്ടുവന്ന് നിർത്ത്. യെസ് രംഗീല. സോറി, ഐ മീൻ സർ. എന്തോ പ്രശ്നമുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്. ആരോ മാജിക് ചെയ്തിട്ടാണ് ഇവർ അവരുടെ കൺട്രോളിലാക്കിയിരിക്കുന്നത്. മാഡം കാനുങ്കയും റംഗിലായും രണ്ടുപേരും ആരുടെയോ കൺട്രോളിലാണ്. രുദ്ര, ഇതൊക്കെ എന്താ പറ്റിയത്? രംഗീലയെ പ്രിൻസിപ്പൾ ആക്കിയിരിക്കുകയാണ്. മാഡം കാനുങ്കയും അദ്ദേഹം പറയുന്നതൊക്കെ കേൾക്കുക. എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അതെ അതെ, ഞങ്ങളും അതിനെ കുറിച്ചായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത്. റംഗിലായെ തനിയെ വിളിച്ചിട്ട് നമുക്ക് അവനെ ചോദ്യം ചെയ്യേണ്ടതാണ്. വരൂ, നമുക്ക് ആദ്യം അവരെ ട്രാപ്പ് ചെയ്യാം. ട്രാപ്പ് ആകാൻ പോകുന്നത് പ്രിൻസിപ്പൽ സാറല്ല, ട്രാപ്പ് ആകാൻ പോകുന്നത് നിങ്ങളാണ് രുദ്ര. ഗോഡ്സ്, ഇങ്ങോട്ട് വരൂ. രുദ്രയെ കൂട്ടിക്കൊണ്ടു പോകൂ. മിസ് സെക്യൂരിറ്റി, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത് പ്രിൻസിപ്പൽ സാറിന്റെ ഓർഡർ ആണ്. നിന്നെ പിടിച്ചു കെട്ടി കൊണ്ടുപോകാനാ പറഞ്ഞിരിക്കുന്നേ. എന്നാ പിന്നെ ഓർഡർ ഞാൻ അനുസരിച്ചല്ലേ പറ്റൂ. രുദ്ര, എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കുട്ടികളെ, ഇന്നു മുതൽ ഇദ്ദേഹമാണ് നിങ്ങളുടെ പുതിയ പ്രിൻസിപ്പൽ. ഇദ്ദേഹം എന്ത് പറയുന്നോ അതെല്ലാം നിങ്ങൾ അനുസരിക്കണം. ഇദ്ദേഹം പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ? നിങ്ങളൊക്കെ കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങൾക്കൊരു നല്ല കാര്യം പഠിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഒരുപാട് സന്തോഷം, സന്തോഷം. അതിന് ഒറ്റ മന്ത്രമേ ഉള്ളൂ. നല്ലത് ചെയ്താൽ നല്ലത് സംഭവിക്കും. എന്താ പറയൂ? ഉറക്കെ പറയേ. വെറുതെ വിട്, എന്നെ വെറുതെ വിട്. രുദ്ര, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പ്രിൻസിപ്പളാണ്. ഞാൻ നിനക്ക് മിഠായി കഴിക്കാൻ തന്നതില്ലേ? നീ എന്താ വേണ്ടത് പറഞ്ഞത്? എന്താ നീ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു? ഇവനെ പിടിച്ചു വെക്ക്.
മൈര വേഗം നീ ആ സ്കേറ്റ് ബോർഡ് നീത്താ अंदर मंदर कालिकल अंदर छू മൈര സോറി വരുൺ സോറി മൈര എന്റെ കയറഴിക്ക് രുദ്ര ഓടിക്കോ ഇത് കാണാ സിബായിസ്ക സ്കേറ്റ് ബോർഡ് ഫ്ലൈയോ രുദ്ര എന്റെ പുറം പൊളിയും അല്ല രുദ്ര നിങ്ങളെന്താ ഇവിടെ? രംഗീല സാർ നിന്റെ കാര്യത്തിൽ വളരെ ദേഷ്യത്തിലാ. നീ അദ്ദേഹം പറഞ്ഞത് അനുസരിക്കേണ്ടതായിരുന്നു. അദ്ദേഹം വളരെ നല്ല പ്രിൻസിപ്പളാണ്. നിങ്ങളെ ആരും മാജിക്കും കൊണ്ട് കൺട്രോൾ ചെയ്തിരിക്കുവാണ്. അതുകൊണ്ട് നിങ്ങൾ റംഗീല ഇത്രയും പ്രശംസിക്കുന്നേ. എനിക്ക് ആ മാജിക് ഒന്ന് തകർക്കാൻ സമയം താ. മാജിക് ഡിസപ്പിയറോ. രുദ്ര നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണ്. പ്രിൻസിപ്പൾ ആരാണെങ്കിലും ശരി, അവരുടെ ഓർഡർ അനുസരിക്കേണ്ടത് നിന്റെ കടമയാണ്. മാഡം ആലോചിക്ക് സർ മജസ്റ്റിക്കോ നിങ്ങളെ എന്തുകൊണ്ട് കണ്ടില്ല? ഇവിടം വരെ വന്നിട്ട് ആരടുത്തും പറയാതെ റംഗീലയെ എങ്ങനെയാ പ്രിൻസിപ്പൾ ആക്കിയിട്ട് അവര് പോയത്? റംഗീലയ്ക്ക് ഒന്നും അറിയില്ല. അവരെ ആരോ പറ്റിക്കുവാണ്. സോറി രുദ്ര, നിന്റെ കൈയും കാലും കെട്ടി ഞാൻ രംഗീലയുടെ അടുത്ത് നിന്നെ കൊണ്ടുപോയി നിർത്തേണ്ടതാണ്. എനിക്കൊരു അവസരം തരൂ പ്രിൻസിപ്പൽ സാർ. എനിക്കാണ് ഓർഡർ തന്നത് ഇവനെ പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ. ഞാൻ അത് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള ഇംപ്രഷൻ വളരെ മോശമായി പോകില്ലേ? ഇവര് കുറച്ചേരം എങ്ങനെയിട്ട് കണ്ണു തുറന്നോളും. വരൂ, നമുക്ക് റംഗീലയുടെ മെളി ഒരു കണ്ണ് വെക്കണം. റംഗീലയെ ആരാണോ മിസ് യൂസ് ചെയ്യുന്നത് അവരെന്തായാലും റംഗീലയെ കാണാൻ വരും. വേഗം രുദ്രനെ പിടിക്കുക. അവന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. അവന് ശരിക്കും ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുക്കണം. സ്റ്റുഡൻസ് ബൂം ചിക് ചിക് ബൂം. നല്ലത് ചെയ്താൽ നല്ലത് വരും. ക്യാച്ച്. രുദ്രന്റെ കഥ ഇപ്പൊ തന്നെ അവസാനിപ്പിക്കേ. രുദ്രന്റെ കഥ അവസാനിപ്പിക്കാനോ? അല്ലല്ല, അവനെ പിടിച്ചു കെട്ടണം. അവന് സ്വീറ്റ് കഴിക്കാൻ കൊടുക്കണം. പിന്നെ അവന് ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുക്കണം. അല്ല, അവൻ മറ്റ് സ്റ്റുഡൻസിനൊക്കെ ബാഡ് എക്സാമ്പിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നീ എല്ലാം ഇവനെയൊക്കെ നല്ല മനുഷ്യരാക്കണം. ഇവനെ അവസാനിപ്പിക്കേ. നിക്ക് രുദ്രനെ നിങ്ങൾ ആരും ഒന്നും ചെയ്തേക്കരുത്.
റംഗീല, ഇതെല്ലാം ഷക്കാലിന്റെ കളിയാണ്. അത് സർ മെജസ്റ്റിക്കോ അല്ല, ഷക്കാലാണ്. നിർത്ത്, അങ്ങനെ ചെയ്തേക്കരുത്. രുദ്ര, ഐ ആം സോറി. രുദ്ര. ഈ മിസ് സെക്യൂരിറ്റി എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ഇവർക്ക് എന്താ പറ്റിയത്? എന്താ ഇതൊക്കെ? ഓ, എന്താ തലയ്ക്ക് ഇത്ര ഭാരവും വേദനയും? ഞാനിത് എന്താ ചെയ്തത്? എനിക്ക് അവരെ തടയണം. സെക്യൂരിറ്റി എണീക്ക്, എണീക്കാൻ. നിങ്ങളെല്ലാം എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അത് ഷക്കാലാണ്, ഷക്കാൽ. വേസ്റ്റ് ആക്കരുത്. ഞങ്ങൾക്ക് പ്രിൻസിപ്പൾ ആവാൻ ഒരു യോഗ്യതയുമില്ല. ഞാൻ നിങ്ങൾ ആരെങ്കിലും ഒരാൾ പ്രിൻസിപ്പൾ ആക്കി മാറ്റൂ. Baez ka multiple hands creato. നിർത്തൂ, രുദ്രയെ വിട്ടേക്ക്. ഇതിലെന്തോ ചതിയുണ്ട്. രുദ്ര പറഞ്ഞതെല്ലാം ശരിയാണ്. താങ്ക് യു മാഡം. ഞാൻ എത്ര പറഞ്ഞിട്ട് ആരും ഒന്നും കേൾക്കുന്നില്ല. അയ്യോ, എന്നെ വിട്. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. ഷക്കാൽ, ഷക്കാൽ, ഞാൻ മാജിക്, മായാജാലം. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാനാണ് ചാക്കോ. ഷാക്കാൽ, ഞാൻ നിന്നെ ഒരിക്കലും ക്ഷമിക്കില്ല. എന്നെ നീ പറഞ്ഞു പറ്റിക്കായിരുന്നില്ലേ? എടോ താങ്ക്സ് പറടോ, താങ്ക്സ്. തന്നെ ഒരു ദിവസമെങ്കിലും ഞാൻ പ്രിൻസിപ്പൾ ആക്കി മാറ്റിയില്ലേ? ഔച്ച്. നോക്കേ, ഞാൻ വഴക്കിടാനുള്ള മൂഡിലൊന്നും അല്ല. രുദ്ര, നമുക്ക് വീണ്ടും കാണാം. പക്ഷേ അടുത്ത പ്രാവശ്യം ഞാനായിരിക്കും ജയിക്കുന്നത്. ഓടിക്കോ. ഒരു കുഴപ്പമില്ല. ഓൾ ഇസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ. റംഗീല, നിങ്ങൾക്ക് ഒരു ദിവസത്തിന് പ്രിൻസിപ്പൾ ആക്കണോ? ഒരു കുഴപ്പമില്ല, ഞാൻ സംസാരിക്കാം മാഡം കാനുങ്ങോരടുത്ത്. ചേട്ടാ, ഇതൊരു വലിയ പ്രശ്നമായല്ലോ. വേണ്ട രുദ്ര, അവരവർക്ക് പറഞ്ഞ ജോലി അവരവര് മാത്രം ചെയ്താ മതി. ഞാൻ ഇങ്ങനെ ഇരുന്നോളാം. അത് ശരി, രുദ്ര ഇവിടെ ഉണ്ടല്ലേ? ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. നിന്നെ ഞാൻ പിടിച്ചു. മാഡം കാനുങ്കോ, വേഗം ഇവനെ കെട്ടിയിട്. എന്നിട്ട് പ്രിൻസിപ്പൽ രംഗീല അടുത്തേക്ക് കൊണ്ടുപോകാം. വേഗമാകട്ടെ. നിങ്ങൾ എല്ലാരും ഇപ്പൊ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്?
എത്ര കാലമായി ഇനി രുദ്രനെ പകരം വീട്ടാനായിട്ട് മഹോങ്ക ഇങ്ങനെ മലമേളിലിരിക്കും, ഇങ്ങനെ തന്ത്രമന്ത്രങ്ങൾ ചെയ്തോണ്ടിരിക്കും. ഇതെന്താ പറ്റിയത്? മക്കൂങ്ക, രുദ്ര എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. മക്കൂങ്ക, രുദ്ര എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. മരമണ്ടന്മാരെ, നിങ്ങൾക്കൊരല്പമെങ്കിലും ബുദ്ധിയുണ്ടോ ഇല്ലയോ? വെറുതെ കിടന്ന് നിലവിളിച്ച് എന്റെ മെഡിറ്റേഷൻ മുഴുവൻ നീ നശിപ്പിച്ചു. ഞാൻ രുദ്രയോട് പകരം വീട്ടാനായിട്ട് എന്റെ മാജിക്കൽ പവർ കൂട്ടുകയായിരുന്നു. അതാണ് നിങ്ങൾ ഇപ്പോൾ കുളവാക്കി മാറ്റിയത്. മക്കൂങ്ക, മക്കൂങ്ക, രുദ്ര കിട്ടി. എവിടെയാണ്? പെട്ടെന്ന് പറ. മക്കൂങ്ക, രുദ്ര അഡ്വാൻസ് മാജിക് സ്കൂളാണ് ഉള്ളത്. ഞാൻ ഇതുവരെ ഒരുപാട് മാജിക്കൽ പവേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി എന്റെ കയ്യിൽ നിന്ന് രുദ്രയെ ആർക്കും രക്ഷിക്കാനാവില്ല. ഇനി അവന്റെ പവേഴ്സ് എന്റെ മുന്നിൽ ഒന്നുമല്ലാതായി പോകും. ഇപ്പൊ എല്ലാവരും എന്റെ കൂടെ വരൂ, നമുക്ക് പറന്നു പോകാം. മഹോങ്ക, മഹോങ്ക, ഞങ്ങൾക്ക് ചിറക് വിരിക്കാനാവുന്നില്ല. ഞങ്ങൾ എങ്ങനെയാ ഇപ്പൊ പറക്കുന്നത്? എടാ മണ്ടന്മാരെ, ഇതിനെല്ലാം കാരണം നീയാണ്. എന്റെ മെഡിറ്റേഷൻ അവസാനിക്കുന്നതിന് മുമ്പ് നീ കിടന്ന് ബഹളം വെച്ച് അത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ എന്റെ മാജിക്ക് വർക്കൗട്ട് ആവാത്തത്. സോറി മക്കൂങ്ക, ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ തനിച്ച് വേണമെങ്കിൽ പൊക്കോ, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെയൊക്കെ പേരിൽ മാത്രമേ ഉള്ളൂ ബുദ്ധിമാനെന്ന്. ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ ബുദ്ധി യൂസ് ചെയ്യാൻ നോക്ക്. ഓ മക്കുങ്ക, നീ എങ്ങനെയാ ഇവിടെ? നിനക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാണ്. ഇന്നാ പിടിച്ചോ.
ഞാൻ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് എന്റെ മാജിക്കൽ പവർ കൂട്ടാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അത് മൊത്തം യൂസ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. മക്കുങ്ക സിംഹത്തെ പോലെ അറ്റാക്ക് ചെയ്യ. അവൻ പേടിച്ച് മാജിക് മൊത്തം മറന്നു പോകും. കൊള്ളാം. ആദ്യമായിട്ടാണ് നീ നിന്റെ ബുദ്ധി യൂസ് ചെയ്തിരിക്കുന്നത്. നിന്റെ ഐഡിയ ടോട്ടൽ വേസ്റ്റ് ആണ്. സിംഹമഹാൻ സിംഹം. നിങ്ങൾ എന്തിനാ തനിച്ചു പോയത്? നിങ്ങളോടൊപ്പം ഞങ്ങളെയും സിംഹമാക്കി കൂട്ടിക്കൊണ്ടു പോകായിരുന്നില്ലേ? അപ്പൊ അവന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എങ്കിൽ ശരി, ഇപ്രാവശ്യം നിങ്ങൾ പോകൂ. മക്കുങ്ക മക്കുങ്ക എന്തൊരു ക്യൂട്ട് ലയൺസ് ആണ്. വാവ്, എത്ര മനോഹരമായ സിംഹക്കുട്ടികളാ. മക്കുങ്ക ഞങ്ങളെ പഴയതുപോലെ മാറ്റ്. ഞങ്ങൾ പഴയതുപോലെ മാറ്റ്. ഞാൻ വീണ്ടും വരും, ഉറപ്പായിട്ടും വരും. നിന്നെ ഞാൻ അങ്ങനെ വിടുവെന്ന് കരുതണ്ട. മാഡം കാനുഗു, പുറത്തിൽ നിന്നും എന്ത് ആനിമൽസും ബേർഡ്സും ഒക്കെ വരുന്നു, അതെല്ലാത്തിനെയും നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ്. ഇപ്രാവശ്യം അവൻ ഏത് വേഷത്തിലാണ് വരുന്നതെന്ന് അറിയത്തില്ല. അതെ രുദ്ര, നീ പറഞ്ഞത് വളരെ ശരിയാണ്. എന്റെ മാജിക്കൽ ബീസ് എല്ലായിടത്തും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ മതിയാകൂ. എനിക്ക് അവനെ തോൽപ്പിച്ചേ മതിയാകൂ. മക്കുങ്ക, രുദ്രയെ ഒരു ചെറിയ ചുണ്ടലിയാക്കി മാറ്റിയേക്ക. എന്നിട്ട് നീ അവനെ പിടിച്ച് ഒരു കൂട്ടിനകത്ത് അടച്ചു വെച്ച് അവനെ നിന്റെ കൺട്രോളിലാക്കി വെച്ചേക്ക. കൊള്ളാം, ഈ ഐഡിയ വളരെ നല്ലതാണ്. ഞാൻ അവനെ ഒരു എലിയാക്കി മാറ്റാൻ പോവുകയാണ്. ഞാനിപ്പോൾ വരാം. ഈ ശബ്ദം ഒരു പ്രാവിന്റെ ആണല്ലോ. അതിനിവിടെ പ്രാവൊന്നും വരാറില്ലല്ലോ. മക്കുങ്ക, നിനക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല. ധൈര്യം ഉണ്ടെങ്കിൽ നീ മുന്നേ വാ, എന്നിട്ട് ഏറ്റുമുട്ട്. രുദ്ര, തിരിഞ്ഞു നോക്ക്. രുദ്ര, അങ്ങനെ പിടിച്ച് കൂട്ടിലടച്ചു. രുദ്രയെ പിടിച്ച് കൂട്ടിലടച്ചു.
ഞാൻ അവനെ ഒരു എലിയാക്കി മാറ്റി. എന്റെ സ്വപ്നം ഇപ്പോൾ സഫലമായി കഴിഞ്ഞു. ഞാൻ ഇവരോട് പകരം വീട്ടി കഴിഞ്ഞു. ചേട്ടാ, എന്റെ മാജിക് എപ്പോഴാണ് മറ്റുള്ളവരെ കൃത്യമായിട്ട് വർക്ക് ആവുന്നത്? അയ്യോ, വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വെറുതെ വിട്. ശരി, എന്നാ എന്നെ ആദ്യം നോർമൽ ആക്ക്. ഇപ്പൊ ആക്കാം. എന്നെ തല്ലി കൊല്ലല്ലേ, വിട്ടേക്ക്. അവന്റെ ഒരു ഐഡിയ. എന്തൊരു ഐഡിയ ആണ് നീ പറഞ്ഞത്? അവൻ എന്നെ പിടിച്ചൊക്കെ തിന്നേനെ. നിന്റെ മാജിക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യാനാ? അവനെ അത്ര വലിയ എലിയാക്കി മാറ്റാൻ ആരാണ് പറഞ്ഞത്? ആ രുദ്രയും അവന്റെ കൂട്ടുകാരും നമ്മളിപ്പോ തേടിക്കൊണ്ടിരിക്കുക. തിരിഞ്ഞു നോക്കാണ്ടോടെ. രുദ്ര, അവന്മാർ ഇവിടെയുണ്ട്. ചേടാ, ഈ കാട്ടിലെ മൃഗങ്ങൾ പോലും രുദ്രയാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നേ. ഇതോ ഇവിടെയുണ്ട്. മക്കുങ്ക, പഴയതൊക്കെ മറന്നിട്ട് പ്രതികാരം ചെയ്യേണ്ട ഐഡിയ എല്ലാം വിട്ടേക്ക്. ഇല്ല, ഞാൻ പകരം വിട്ട് അത് ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഇവിടെ നോക്കൂ മക്കുങ്ക, ഞാൻ പറയുന്നത് കേക്ക്. ഇതും കൊണ്ട് നിനക്ക് ഒരു ലാഭവും കിട്ടാൻ പോകുന്നില്ല. ഇതെല്ലാം നീ വിട്ടേക്ക്. നിനക്ക് ഇവിടുന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതെ മക്കുങ്ക, രുദ്ര പറയുന്നത് വളരെ ശരിയാണ്. സംഭവിച്ചതെല്ലാം മറന്നേക്ക്. ഈ മാജിക്കൽ വെബിൽ നിന്ന് നീ ഒരിക്കലും രക്ഷപ്പെടില്ല. ശരി, ആദ്യം എനിക്ക് എന്റെ കൂട്ടുകാരോട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. കേട്ടോളൂ രുദ്ര, എന്റെ കൂട്ടുകാർ പറയുന്നത് ശത്രുത നീയും ഞാനും തമ്മിൽ മാത്രമാണെന്നാണ്. ഇതിനിടയ്ക്ക് ഇവരെന്തിനാണ്? അവർ പറയുന്നത് എനിക്ക് കേട്ടേ പറ്റൂ. ഇപ്പൊ നീ പറഞ്ഞ കാര്യം ശരിയാ.
ഞാൻ എന്തായാലും രുദ്രയെ വെറുതെ വിടാൻ പോകുന്നില്ല. സ്റ്റാച്യു ബൈ ബൈ. അയ്യോ രക്ഷിക്കണേ, അയ്യോ 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 രക്ഷിക്കണേ, അയ്യോ അയ്യോ രക്ഷിക്കണേ, അയ്യോ അയ്യോ രക്ഷിക്കണേ, രക്ഷിക്കണേ, അയ്യോ. മക്കുങ്ക, ഇപ്പോഴും സമയമുണ്ട്, സമ്മതിച്ചോ? അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെയും മുന്നിൽ നിന്റെ എല്ലാ തുണിയും മൂരണ്ടായിട്ട് വരും. ഞാനിപ്പോ തന്നെ ശരിയാക്കാം, ഇപ്പൊ തന്നെ ശരിയാക്കാം. പുറത്തു പോ. മക്കുങ്ക, ഇപ്പോഴും സമയമായിട്ടില്ല, തിരിച്ചു പോയിക്കോ. ഇത് മക്കുങ്ക അല്ലല്ലോ. ഇപ്പോ നീ എന്റെ പിടിയിലായില്ലേ രുദ്ര? ഇപ്പോ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ബൈ ബൈ രുദ്ര. ഓൾക്കാരുടെ അകത്ത് കിടന്ന് നീ മാജിക്ക് കാണിക്കേ. രുദ്ര, ഇന്ന് നിന്നെ രക്ഷിക്കാൻ ആരും തന്നെ വരില്ല. ഓടിക്കോ ഓടിക്കോ രുദ്ര, എത്ര ദൂരം വേണമെങ്കിലും ഓടിക്കോ. എവിടെ വരെ പോകാൻ പറ്റുമെങ്കിലും പൊയ്ക്കോ. ഇപ്രാവശ്യം പകരം വീട്ടാതെ നിന്നെ ഞാൻ വിടില്ല. രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത് മക്കുങ്ക. മാഡം കാനുങ്കു, ഇപ്രാവശ്യം അവനെ നീണ്ട കാലത്തെ ജയിലിലോട്ട് അയക്കേ, അപ്പോഴേ അവൻ തിരിച്ചു വരാതിരിക്കൂ. മാഡം കാനുങ്കോ, നിങ്ങൾ മക്കുങ്കോക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുത്തോളൂ. പക്ഷെ അതിനു മുൻപേ അവനെ എന്റെ അടുത്തേക്ക് വിട്ടേക്ക്. ഞാൻ അവനെ ഡിറ്റക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവനെ ഒരു പാഠം പഠിപ്പിക്കും. പിന്നെ അവൻ മാജിക് ചെയ്യുന്നത് മൊത്തത്തിൽ അങ്ങ് മറന്നു പോകും. മക്കുങ്ക, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവറിനെയും ഒരിക്കലും സംശയിക്കരുത്. ഇപ്പൊ നീ ശരിക്കും പെട്ടുപോയി, മനസ്സിലായില്ലേ? Watch India's largest kids library only on Jio Hotstar. Download the app now.